ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ ടേസ്റ്റിലാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 kg കൂന്തലാണ് എടുത്തിരിക്കുന്നത്. നമ്മളിതിന് കണവ കൂന്തൽ എന്നൊക്കെ പറയും. ഞങ്ങൾ കൂടുതലും കൂന്തൽ എന്നാണ് പറയാറുള്ളത്. വാങ്ങിച്ചപ്പോൾ തന്നെ ഞങ്ങളിതിങ്ങനെ കട്ട് ചെയ്താണ് വാങ്ങിച്ചത്. റിംഗ് ഷേപ്പിൽ കട്ട് ചെയ്താണ് അവർ തരുന്നത്. ഞാനിപ്പോൾ ഇത് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ കൂന്തലൊന്ന് വേവിച്ചെടുക്കാം. എനിക്ക് പെട്ടെന്ന് റെഡിയാക്കാനുള്ളത് കൊണ്ട് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കുക്കറിൽ ഒരു 2 വിസിൽ വന്നാൽ മതിയാവും. അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 3 സവോള, 3 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടൊമാറ്റോ വളരെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 2 വറ്റൽമുളക് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കറിയിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അത് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് മല്ലിപ്പൊടി ചേർക്കാത്തത്. അപ്പോൾ നമ്മുടെ കൂന്തൽ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഒരു 3.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് സവോള ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് ആ കറിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് സവോള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് അടച്ച് വെക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഇളക്കി കൊടുക്കണം. ഈ സവോള നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴന്ന് കിട്ടണം. എന്നാലാണ് കറിക്ക് അതിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ. ഇപ്പം നമ്മുടെ സവോള അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ടൊമാറ്റോ ആട്ടോ എടുത്തിട്ടുള്ളൂ. 3 ടൊമാറ്റോ ഞാൻ കാണിച്ചിരുന്നു. പക്ഷേ 2.5 ടൊമാറ്റോ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്രേ ആവശ്യമുള്ളൂ. ടൊമാറ്റോ നന്നായിട്ട് കുക്കായി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. സവോള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കറി കുറച്ച് സ്പൈസി ആയിരിക്കും. സ്പൈസി ആയാലാണ് അതിന് ടേസ്റ്റ് ഉള്ളൂ. കുറച്ച് സ്പൈസി ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് നമ്മൾ ഒരുപാട് നേരം മൂപ്പിക്കരുത്. പെട്ടെന്ന് തന്നെ നമുക്ക് കൂന്തൽ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഒത്തിരി മൂത്ത് പോയാൽ അത് കറിക്ക് ഒരു കയ്പ്പ് സ്വാദ് വരും. അതുകൊണ്ടാണ് ഗരം മസാല ഇട്ട് ഒത്തിരി നേരം മൂപ്പിക്കാത്തത്. ഇനി നമുക്ക് കൂന്തൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ കൂന്തലിലോട്ട് യോജിച്ച് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം.
നല്ലൊരു അടിപൊളി ടേസ്റ്റി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കൂന്തൽ റോസ്റ്റാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചോറിന് പിന്നെ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യം വരില്ല, ഈ കറി മാത്രം മതിയാവും, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.